നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ബന്ധങ്ങൾ തകരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഇതിന്ന് രണ്ട് ഫേമസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ആ രണ്ട് കാരണങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. എൻ്റെ പേര് അഫ്ലു ബിൻ മുഹമ്മദ് ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ. നമ്പർ 1 എന്ന് പറയുന്നത് അൺഹെൽത്തി റിലേഷൻഷിപ്പാണ്, അനാരോഗ്യകരമായിട്ടുള്ള ബന്ധം. ഇതെന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ബന്ധം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ പ്രണയം അഹിതം അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ബന്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും. കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരോടായിരിക്കും, അതല്ലെങ്കിൽ ചില ആളുകൾ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ, അതായത് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട്, അതല്ലെങ്കിൽ ഓഫീസിലെ ചില ആളുകളായിട്ട് നമ്മൾ ഈ ചില ബന്ധങ്ങൾ നമ്മളെ അങ്ങോട്ട് ബന്ധിക്കും. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കായിരിക്കും, ചിലപ്പോൾ കമാൻഡ്സ് ആയിരിക്കും, നമുക്ക് നോ പറയാൻ പറ്റാത്ത സാഹചര്യം. ഇങ്ങനെയൊക്കെ ബന്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ടിട്ട് ഒരു വിഭാഗം, നല്ലൊരു വിഭാഗം തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കുക. ആ സുഹൃത്തുമായിട്ട് ഞാൻ ഭയങ്കര പൊസസീവാണ്. അത് ആ സുഹൃത്ത് മറ്റൊരാളുടെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതല്ലെങ്കിൽ ആ സുഹൃത്ത് പതിവിൽ കവിഞ്ഞ് മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ദിവസവും എന്നെ ഫോൺ ചെയ്യണം, അതല്ലെങ്കിൽ ഞാനുമായിട്ട് എപ്പോഴും കൂടുതൽ നേരം സംസാരിക്കണം, അതല്ലെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കണം തീരുമാനിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവന് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ചെയ്യുന്നത് പൊസസീവ്നെസ് ആണ്. അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എത്രമാത്രം ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പൊസസീവ് ആയിട്ട് നിൽക്കുമ്പോൾ വേറൊരു ടൈപ്പ് ഉണ്ട്, അത് സബ്മിസീവ് ആണ്. അതായത് ആരെന്ത് പറഞ്ഞാലും കേൾക്കുക. ഇപ്പൊ ഒരു ബന്ധത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുണ്ടാവും, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കാര്യം പറയുമ്പോൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഞാൻ എന്റെ പഠനാവശ്യത്തിനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരിക, പക്ഷെ എന്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്റെ കാര്യം ഒഴിവാക്കിയിട്ട് സബ്മിസീവ് ആയിട്ട് നിൽക്കുക, നമ്മൾ അടിമപ്പെട്ട് നിൽക്കുന്നത് പോലെ. ഇതും അൺഹെൽത്തിയാണ്. ഇനി അടുത്തൊരു വിഭാഗം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാണ്. അതായത് ലെഷർ ആക്ടിവിറ്റീസിന് മാത്രമായിട്ടൊരു വിഭാഗം. അപ്പൊ നമുക്ക് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, അതല്ലെങ്കിൽ റിലേറ്റീവ്സിൽ സർക്കിൾസ് ഉണ്ടാവും. ഈ സർക്കിൾസിലൊക്കെ നമ്മൾ ലെഷർ ആക്ടിവിറ്റീസ്, നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളതിനേക്കാൾ നമ്മൾ കൂടുതലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു സർക്കിൾ ഉണ്ടാക്കുന്നു. ആ സർക്കിളിലൂടെ നമ്മൾ ചിലപ്പോൾ ടൂർ പോകുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മൾ മദ്യപിക്കാൻ പോകുന്നുണ്ടാവും, ചിലപ്പോൾ വേറെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാര്യം നടക്കാതെ, അതല്ലെങ്കിൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ ബാലൻസ് ചെയ്യാതെ നമ്മൾ ഈ ലെഷർ ആക്ടിവിറ്റീസിന് മാത്രമായിട്ട് ഒരു ബന്ധം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും അൺഹെൽത്തിയാണ്, അനാരോഗ്യകരമാണ്. കാരണം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒറ്റപ്പെടും. ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോയെന്ന് പറയുമ്പോൾ ഇവിടെ ആരും പിണക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏത് സമയത്തും എൻട്രി അതിലേക്ക് പോകാനും അതുപോലെ എക്സിറ്റ് ആവാനും പറ്റുന്ന സാഹചര്യത്തിലായിരിക്കണം നമ്മുടെ ബന്ധങ്ങൾ. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധങ്ങളാൽ നമ്മൾ ബന്ധിക്കപ്പെടും. പിന്നെ നമുക്കൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമുക്കറിയാലോ നമ്മുടെ ലെവൽ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലോ അതല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലോ, ഫ്രണ്ട്ഷിപ്പ് എന്ന് ഞാൻ എടുത്ത് പറയുന്നത് ഇതിനർത്ഥം കുടുംബ ബന്ധങ്ങൾ ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭാര്യയ്ക്ക് പൊസസീവ് ആയിക്കൂടെ, അങ്ങനെയൊക്കെ ഉണ്ട്. ഭാര്യയ്ക്കൊക്കെ പൊസസീവ് ആവാം, പക്ഷെ ഓരോ മനുഷ്യനും അവൻ്റെതായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായില്ല? ഈ റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളായിട്ട് വരുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം പുറത്ത് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലെഷർ ടൈം ഉണ്ടാവും. കാരണം ഇവരൊക്കെ ജോലിക്ക് പോകുന്നവരല്ലേ. അതുപോലെ വൈഫിന്റെ ആണെങ്കിലും ചിലപ്പോൾ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നുണ്ടാവും, അവർക്ക് എന്തെങ്കിലും ലെഷർ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇങ്ങനെ രണ്ട് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴേ ഏത് കാര്യമാണെങ്കിലും മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്യുമ്പോൾ ഫ്രണ്ട്സിന് മാത്രമാണ് ഇങ്ങനെ, ബാക്കിയൊന്നും ഇങ്ങനെ ഇല്ല എന്നുള്ള അർത്ഥമില്ല. ഏത് മനുഷ്യനായാലും അവൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, അവൾക്ക് അവളുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഈ ഫ്രീഡത്തിനെ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഏത് ബന്ധമാണെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളൊരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഫ്ലെക്സിബിൾ ആവുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, എക്സ്പെക്ടേഷൻ ആൻഡ് റിയാലിറ്റി. നമ്മൾ ഒരു ബന്ധം ഉണ്ടാവുന്നു, ആ ബന്ധത്തിൽ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു എക്സ്പെക്ടേഷൻ എനിക്കുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ദേഷ്യപ്പെട്ട് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ എനിക്ക് സബ്മിസീവ് ആയിട്ട് നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്കുണ്ടാവും. ആ സമയത്ത് അവൾ എന്നോട് അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഞാനാണ് ഇവിടെ വലിയവൻ, അവൾക്ക് പൊട്ടിത്തെറിക്കാനുള്ള അവകാശമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത് ഒരു പോരാട്ടത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ അവിടെ അൺഹെൽത്തി ആവും. അതല്ലെങ്കിൽ ബന്ധങ്ങൾ തകരാനുള്ള സാധ്യത കൂടുതലാണ്. ചില സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ചുറ്റുപുറം നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു 5-6 പേരെടുത്തൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവരെന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ടാവും അല്ലേ.
ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തെറ്റ് ചെയ്യാറില്ലേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, അപ്പൊ നമുക്ക് തെറ്റ് സംഭവിക്കാം, നമ്മളൊക്കെ മനുഷ്യരാണ്. സോ നമ്മുടെ പാർട്ട്ണർ, അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, അദ്ദേഹം അല്ലെങ്കിൽ അവളൊക്കെ ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒരു ഇഷ്യൂ ആക്കുന്നതിന് പകരം, പൊസസീവ് ആവുന്നതിന് പകരം, അതല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവർ പെരുമാറിയില്ല എന്ന് വെച്ചിട്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്യരുത്, അതല്ലെങ്കിൽ പിണങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ പിണങ്ങുമ്പോൾ അവർ പിറകെ വന്നേക്കാം. പക്ഷേ നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ 2000+ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ചിന്തയിൽ എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയുമ്പോൾ ആ ബന്ധം അതോടെ തീരും. സോ നമ്മൾ തീരുമാനിക്കേണ്ടത് ഏത് ബന്ധമാണെങ്കിലും, ഇപ്പൊ അത് നമ്മുടെ കുടുംബ ബന്ധമാണെങ്കിലും, സുഹൃത്ത് വലയങ്ങളാണെങ്കിലും, മറ്റേത് ബന്ധമാണെങ്കിലും, ഇപ്പൊ നമ്മുടെ ബോസ് ആണെങ്കിലും, നമ്മുടെ കമ്പനിയിലെ നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വന്ന, നമ്മൾ ഉയർന്നു വന്ന നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സംഭവമാണ്. ഇതിനനുസരിച്ചിട്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മറ്റൊരു തലത്തിൽ നിന്ന് മറ്റൊരു മാതാപിതാക്കൾക്ക് ഉണ്ടായ ഒരു മക്കൾ ഇതിനനുസരിച്ചിട്ട് എല്ലാ സമയം പ്രതികരിച്ചോളണം എന്നില്ല. എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷനും അവർ ചെയ്യുന്നതും, അതായത് എക്സ്പെക്ടേഷനും റിയാലിറ്റിയും തമ്മിൽ വലിയൊരു ഡിഫറൻസ് പല സമയത്തും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ത്, എല്ലാവരും മനുഷ്യന്മാരാണ്, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു യുണീക്ക് വേൾഡ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, നമ്മുടെ സ്പേസ് നമ്മളും കണ്ടെത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഇറ്റ്സ് നൗ ഓർ നെവർ.